ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ചൈനയിൽ നിന്ന് വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ, കുറേ തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പൈതൽ മല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ, ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. നിങ്ങൾക്ക് പുറകിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് പൈതൽ മല. അപ്പോൾ ഈ ഒരു റിസോർട്ടിലാണ് ഞങ്ങളിന്ന് താമസിക്കുന്നത്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാവേ. ഇന്നത്തെ ആൾക്കാരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പമൊന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പൈതൽ മല എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം ആട്ടോ. ഭയങ്കര ഒരു ഹിൽ സ്റ്റേഷനാണ് ഇത്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. ട്രെക്കിങ്ങിന് പോകാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആലക്കോടിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം. നമ്മുടെ ശരിക്കും ഞാൻ കണ്ണൂർ ജില്ലയിലായിട്ട് പോലും ഇന്ന് വരെ വരാത്ത ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടില്ല, ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പൈതൽ വില്ലേജ് എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ശരിക്കും ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ കേരളം എത്രത്തോളം ടൂറിസത്തിന് എത്രത്തോളം സാധ്യതയുള്ള ഒരു സ്ഥലമാണല്ലേ. ശരിക്കും നോർത്ത് ഇന്ത്യയിലൂടെയൊക്കെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ബോധ്യം വരുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമാണ്. പക്ഷേ ഈ ടൂറിസം മേഖലയിൽ അത്രത്തോളം ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ നമ്മുടെ നാടിന് മറ്റു ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാക്കി നമ്മുടെ ഈ ഒരു കൊച്ചു കേരളവും മാറ്റാം അല്ലേ. പലപ്പോഴും അതൊന്നും പലരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഒരു മലകൾ, ഈ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ കാണാൻ വേണ്ടി വളരെ മനോഹരമാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ പൈതൽ മലയിൽ പോയിട്ടുണ്ടാവും. കണ്ണൂർ ജില്ലക്കാരാണെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ. ആരെങ്കിലും പോയിട്ടില്ല എങ്കിൽ എന്തായാലും ഈ പൈതൽ മല ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. പറ്റിയൊരു സ്ഥലമാണ്. അതായത് ഈ വിരാട് കോഹ്ലി കുടിക്കുന്ന വെള്ളമില്ലേ, 800 രൂപ ലിറ്ററിനുള്ളത്, അത് ആൽപ്സ് പർവ്വതങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതുപോലത്തെ ജസ്റ്റ് മോഡേൺ വാട്ടർ. ഇതിന്റെ pH വാല്യൂ, ഇതിന്റെ ppm ഇല്ലേ, ഓൾമോസ്റ്റ് 2-3 ആയിരിക്കും. ഇതിനകത്ത് കുളിച്ചു കഴിഞ്ഞാൽ എന്ത് ഫ്രഷ് ആവുന്നറിയോ. ഇവളുടെ ശാന്തി രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി വന്നതാ. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാവേ. രണ്ടുകൾ സംസാരിക്കും ഈ സ്ഥലത്തെ കുറിച്ച്. എന്നാലും പറയുന്നേ. ആ പറ. പൈതൽ മല നല്ല രസമുള്ള സ്ഥലമാണ്. എന്താ രസമാണെന്ന് എല്ലാരും വിചാരിക്കും പപ്പയുടെ റിയൽ സൗണ്ട് ഇങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ വെള്ളച്ചാട്ടങ്ങളാണ്. ഞങ്ങളുടെ വെള്ളച്ചാട്ടങ്ങളോ, ഇത് വാഴയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. കാണുമോ? ഇതൊക്കെ ഞങ്ങൾ നട്ടത് അറിയാമോ? നമ്മള് പറയുന്ന കിഴക്ക് വെള്ളം കയറുന്നല്ലേ. അവിടുന്ന് ആ കേറ്റ ഇവിടെ 70 കിലോ എടുത്തിട്ട് വിട്ടോ വലിയ ഇത് പറഞ്ഞു. കിഴക്ക് വെള്ളം കഴിഞ്ഞതിന് ശേഷമുള്ള ആളുടെ എന്തുണ്ട് എടുത്തോണ്ട് വന്നതാ. എന്റെ കട്ടയം മടക്കി. ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ തൊട്ടടുത്തും ഇതുപോലെ ഒരുപാട് റിസോർട്ടുകൾ പണി പൂർത്തിയാകാത്തതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ അതിമനോഹരമായ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ട്രക്കിങ്ങിനൊന്നും പോകാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോയിട്ടോ. ഏർലി മോർണിംഗ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കോടമഞ്ഞൊക്കെ വരും. മഴക്കാലത്തൊക്കെ ഇവിടെ താമസിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്നാണ് അവർ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് വരും. ഡിന്നറും നമുക്ക് വേണ്ടുന്ന ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. പക്ഷേ ഫുഡ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നി. വെച്ചാൽ നമ്മളൊരു 4 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചതിനേക്കാളും എക്സ്പെൻസീവായിട്ടാണ് എനിക്ക് ഈ ഒരു സാധാരണ ഈ ഒരു കടയിൽ നിന്ന് കഴിച്ച ഫുഡിന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നുള്ളൊരു
ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുമായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇല്ലെങ്കിൽ നേരത്തെ പൈസയൊക്കെ ചോദിച്ചിട്ട് ഫുഡ് മേടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കും അബദ്ധം പറ്റാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മലയോര ഹിൽ ഹൈവേ ആയതുകൊണ്ട് തന്നെ എല്ലാ റോഡുകളും വളരെ മനോഹരമാണ് ഞങ്ങളുടെ നാട്ടിലത്. അത് ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. മലയോര ഹിൽ ഹൈവേയിലെ റോഡുകളും അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തും ഇതുപോലെ പ്രകൃതി നല്ല അടിപൊളിയായിട്ടുള്ള പച്ചപ്പും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ചൈനയിലെ കൂടുതൽ വിശേഷമൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ വരുന്നതാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.